ഹലോ നമസ്കാരം. നമ്മുടെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. അതുപോലെ തന്നെ കൈദിയായാലും വിക്രം, ലിയോ എന്നീ ചിത്രങ്ങളൊക്കെ വളരെ മേലെ പോയൊരു ചിത്രം കൂടിയാണ്. ആ ചിത്രത്തിനൊക്കെ ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന 171ാമത്തെ ചിത്രമായ തലൈവരുടെ കൂലി എന്ന് പറഞ്ഞ ചിത്രം ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായും ഈ ഒരു ടീസർ കണ്ടിട്ട് വേണം വീഡിയോ കാണാനായി വരിക. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീസറിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഗോൾഡിനാണ്. ഗോൾഡിന് വളരെയധികം തന്നെ പ്രാധാന്യം ലോകേഷ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഗോൾഡുമായിട്ട് ബന്ധപ്പെടുത്ത ഒരു ബിസിനസ് കൂടെ ആയിരിക്കാം ഈ ഒരു സിനിമ കഥ പറയുന്നത്. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു ചിത്രത്തിൻ്റെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയാണ്, നമ്മുടെ രജനീകാന്ത് ഒരു ഏജൻ്റാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, മറ്റേ LCU കളക്ഷൻസ് ഒക്കെ വന്ന ഇതൊക്കെ ഇതിനകത്ത് പാറ്റേൺ കൊണ്ടുവരുന്നുവെന്ന് ചിലർക്ക് ഒരു സംശയം കാണും. പക്ഷേ ആ സംശയങ്ങൾ ചിലത് സത്യമാവാനേ ചാൻസ് ഉള്ളൂ. കാരണം LCU കളക്ഷൻ ആവാൻ ഒരു മാർഗ്ഗവും ഇല്ല ഈ സിനിമ. കാരണം ഇതൊരു വെറൈറ്റി കണ്ടൻറ്റാണെന്നുള്ളത് അദ്ദേഹം നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LCU പോലൊരു സിനിമ ആവാൻ ചാൻസ് ഇല്ല. ഇത് വേറെ രീതിയിൽ വേറെ പാറ്റേണിൽ ഒരുങ്ങുന്ന ഒരു സിനിമയും കൂടി ആവാൻ വലിയ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കൊക്കെ ഗംഭീരമായ ഒരു ലുക്കായിരുന്നു. ഇതുവരെ തലൈവറുടെ ഇത്തരത്തിലുള്ളൊരു ലുക്ക് കണ്ടിട്ടില്ല, ഒരു വെറൈറ്റി ലുക്ക്. എന്തായാലും അതൊക്കെ കൊള്ളാം. പിന്നെ ഉള്ളത് മ്യൂസിക്കാണ്. മ്യൂസിക്കും അനിരുദ്ധ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ BGM ഒക്കെ കാണുമ്പോൾ നമുക്ക് കത്തുന്നൊരു കാര്യം കൂടെയാണ്. പിന്നെ ഇതിനകത്ത് ഗോൾഡിനാണ് അധികം പ്രാധാന്യം വരുന്നതെന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രത്തിൻ്റെ ഒട്ടുമിക്ക സീനുകളിലും നിങ്ങൾ ഈ ടീസർ കണ്ടവരാണെന്നറിയാം, ഒരു വാച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഗോൾഡ്, അതുപോലെ സമയത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ കഥ പറയുന്നത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇതുപോലെയുള്ള അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഓക്കെ.